സംസ്ഥാനത്ത് ദുരിതം വിതച്ച് അതിതീവ്ര മഴ. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിൽ. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടും മലവെള്ളപ്പാച്ചിലും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചു. മഴ തുടരുമെന്നും മുന്നറിയിപ്പ്. കേരളത്തിലെ കാടുകളിലെ ആനകളുടെ കണക്കെടുപ്പ് ആരംഭിച്ചു. കണക്കെടുപ്പ് 160 ആന സങ്കേതങ്ങളിൽ. പാലക്കാട് ഓങ്ങല്ലൂരിൽ GST വകുപ്പിന്റെ വ്യാപക റെയ്ഡ്. വ്യാപാര സ്ഥാപനങ്ങളിൽ സംസ്ഥാനത്ത് വ്യാജ രജിസ്ട്രേഷനിലൂടെ 1200 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തി. കാസർകോട് കാരടുക്ക സൊസൈറ്റി തട്ടിപ്പ്. എൻഡോസൾഫാൻ ദുരിതബാധിതരോടും കരുണയില്ല. 1 ലക്ഷം പിൻവലിക്കാനെത്തിയ ദുരിതബാധിതരെ 5000 രൂപ നൽകി മടക്കി. വാർത്തയിലേക്ക് വിശദമായി. ആലപ്പുഴയിൽ 14കാരനെ മർദ്ദിച്ച കേസിൽ സ്റ്റേഷൻ ജാമ്യം നൽകിയ പ്രതിയെ തിരിച്ചു വിളിച്ച് വീണ്ടും അറസ്റ്റ് ചെയ്തു. കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം വിവാദമായതോടെ ജില്ലാ പോലീസ് മേധാവി ഇടപെടുകയായിരുന്നു. ആക്രി സാധനങ്ങൾ വിൽക്കാൻ പോയ 14കാരനെ മോഷണ ശ്രമം ആരോപിച്ച് മർദ്ദിക്കുകയായിരുന്നു. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, വീണ്ടും വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങിയത് എങ്ങനെയാണ്? എന്താണ് വിശദാംശങ്ങൾ? രേണുക, ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് 5:30 ഈ മർദ്ദനത്തിനിരയായ 14കാരൻ ഷാഫിയും ഒപ്പം തന്നെ ഷാഫിയുടെ ഇളയ സഹോദരനും ഈ 2 കുട്ടികൾ ചേർന്ന് സ്വന്തം വീട്ടിൽ നിന്നുള്ള ആക്രി സാധനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി ഒരു കടയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ വഴിയിൽ തടഞ്ഞു വെച്ച് BJP പ്രവർത്തകൻ കൂടിയായ മനോജ് ഈ കുട്ടികളെ തടഞ്ഞു നിർത്തുന്നത്. തുടർന്ന് ആദ്യം ഇളയ കുട്ടിയെ തടഞ്ഞു നിർത്തുകയും പിന്നീട് രണ്ടാമത്തെ കുട്ടിയെ തടഞ്ഞു നിർത്തുകയും ചെയ്തു. ഈ കുട്ടികൾ ഇത് മോഷ്ടിച്ചതാണ് എന്നുള്ള മോഷണ കുറ്റം ആരോപിച്ചുകൊണ്ടായിരുന്നു ഇവർക്ക് നേരെയുള്ള മർദ്ദനം അഴിച്ചുവിടുകയും ഈ ഷാഫിയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് ഇളയ കുട്ടി വീട്ടിലെത്തി വീട്ടുകാരെ അറിയിച്ച് മൂത്ത സഹോദരൻ ഓടിയെത്തുമ്പോൾ ഈ കുട്ടിയെ നിലത്തിട്ട് ചവിട്ടുന്നതാണ് കണ്ടതെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. ഒപ്പം തന്നെ അന്ന് തന്നെ കുട്ടിക്ക് മൂത്രതടസ്സം ഉണ്ടായതിനെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും പോലീസിൽ റിപ്പോർട്ട് പോവുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത് നാട്ടുകാർ തടയാൻ ശ്രമിച്ചപ്പോഴും ഈ മനോജ് അതിന് കൂട്ടാക്കാതെ മർദ്ദനം തുടരുകയായിരുന്നു. കഴുത്തിന് കുത്തിപ്പിടിച്ചതിനെ തുടർന്ന് കഴുത്തിന് പരിക്കേൽക്കുകയും ഒപ്പം തന്നെ കഴുത്തിൽ കോളറിട്ട അവസ്ഥയിലാണ്. ഒപ്പം നെഞ്ചത്ത് പരിക്കുണ്ട്. ശരീരത്ത് മൂത്രതടസ്സം ഇപ്പോഴും ആ കുട്ടിക്ക് ഉണ്ട്. അത്തരത്തിൽ അടിനാവിന് ചവിട്ടേറ്റു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പോലീസ് സ്റ്റേഷനിലേക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ ഈ റിപ്പോർട്ട് പോയിട്ടും ഈ കുട്ടികളുടെ കുടുംബം ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായെന്ന് വിളിച്ചറിയിച്ചിട്ടും കായംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്നും യാതൊരുവിധ അന്വേഷണവും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ മാധ്യമങ്ങൾ ഈ വാർത്ത ശേഖരിക്കുകയും ഇത് പുറത്തേക്ക് വരികയും ചെയ്തതോടുകൂടി ഇന്നലെ പോലീസ് സംഘം അവിടെ എത്തി ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. മാത്രമല്ല, മനോജിനെതിരെ കേസ് എടുക്കുകയും ആദ്യം മനോജിനെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് അത് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. രജിസ്റ്റർ ചെയ്ത കേസിൽ സ്റ്റേഷൻ ജാമ്യം നൽകി വിടാവുന്ന വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയും ഒപ്പം തന്നെ വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ മാധ്യമങ്ങളുടെ ഇന്നലെ രാത്രിയോടുകൂടി ഈ കുട്ടിക്കേറ്റ മർദ്ദനം ഗുരുതരമാണെന്നും ഇത്തരത്തിൽ വലിയ പ്രശ്നം ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെന്നും അടക്കമുള്ള വിഷയങ്ങൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും ഒപ്പം തന്നെ അത് ജില്ലാ പോലീസ് മേധാവിയുടെ അടക്കം ശ്രദ്ധയിലേക്ക് എത്തുകയും ചെയ്തു. പിന്നീട് ആണ് ഈ കേസിൽ പ്രതിയെ വീണ്ടും ഇന്ന് വിളിച്ചു വരുത്തി 308 വകുപ്പ് ചുമത്തിക്കൊണ്ട വീണ്ടും ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശരി, ശരണ്യ സ്നേഹിതനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ഓങ്ങല്ലൂരിൽ GST വകുപ്പിന്റെ നേതൃത്വത്തിൽ വ്യാപക റെയ്ഡ്. കാരക്കാട് മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. 350 ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ 101 കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം പരിശോധന നടക്കുന്നത്. വ്യാജ GST രജിസ്ട്രേഷൻ നിർമ്മിച്ച് അനധികൃത വ്യാപാരം നടത്തുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് റെയ്ഡ്. സംസ്ഥാനത്ത് വ്യാജ GST രജിസ്ട്രേഷനിലൂടെ 1200 കോടി രൂപയുടെ വ്യാപാരം നടന്നതായി GST അധികൃതർ വ്യക്തമാക്കി. വിവിധയിടങ്ങളിൽ നിന്ന് നിരവധി പേർ കസ്റ്റഡിയിലായതായിട്ടാണ് ലഭിക്കുന്ന സൂചന. പാലക്കാട് കൊല്ലങ്കോട് പുലി ചത്തത് ആന്തരിക രക്തസ്രാവം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശ്വാസകോശത്തിനും ഹൃദയത്തിനും ഇടയിൽ രക്തം കട്ടപിടിച്ചതുമൂലം ഹൃദയാഘാതം സംഭവിച്ചു. കമ്പിയിൽ കുടുങ്ങിക്കിടന്നതാണ് ആന്തരിക രക്തസ്രാവത്തിനിടയാക്കിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു.
കിടപ്പ് വെച്ചും ശരിയല്ല. അപ്പോൾ വീണ്ടും എനിക്ക് പഠിക്കും. കേരളത്തിലെ കാടുകളിലെ ആനകളുടെ കണക്കെടുപ്പ് ആരംഭിച്ചു. 160 ആന സങ്കേതങ്ങളിൽ കണക്കെടുപ്പ് നടത്തുന്നതിന് പ്രത്യേക പരിശീലനം ലഭിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ്. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ 610 ആന സങ്കേതങ്ങളിലാണ് കണക്കെടുപ്പ് നടക്കുന്നത്. കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് മൂലമുള്ള സംഘർഷ സംഭവങ്ങൾ പതിവാകുന്നതിനിടെയാണ് കാട്ടാനകളുടെ കണക്കെടുപ്പ് നടക്കുന്നത്. കാട്ടിൽ ഭക്ഷണമില്ലാതാവുന്നത് മൂലം ആനകൾ നാട്ടിലിറങ്ങുന്നതാണെന്നും കാട്ടാനകളുടെ എണ്ണം വർദ്ധിച്ചത് മൂലമുണ്ടാകുന്ന സ്വാഭാവിക പ്രതിഭാസമാണെന്നും രണ്ട് വാദമുണ്ട്. എന്തായാലും കേരളം ഉൾപ്പെടെയുള്ള തെക്കൻ സംസ്ഥാനങ്ങളിലെ 610 ആന സങ്കേതങ്ങളിലാണ് കണക്കെടുപ്പ് നടക്കുന്നത്. കണക്കെടുപ്പിന്റെ ഭാഗമായി 1300ഓളം ഉദ്യോഗസ്ഥർക്കും വാച്ചർമാർക്കും പരിശീലനം നൽകി. കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിൽ ഇന്ന് രാവിലെ 7:00 ആരംഭിച്ചിരിക്കുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഈ 5 സംസ്ഥാനങ്ങൾ ഒരുമിച്ചാണ് ഈ പോപ്പുലേഷൻ എസ്റ്റിമേഷൻ നടത്തുന്നത്. സാധാരണ നമ്മൾ ആളുകളുടെ കണക്കെടുപ്പ് എന്നതിനെ നമ്മൾ സെൻസസ് എന്നാണ് പറയുന്നത്. അതേസമയം വന്യജീവികളെ സംബന്ധിച്ച് നമ്മളതിനെ എസ്റ്റിമേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ 3 ദിവസത്തെ കണക്കെടുപ്പിൽ ആദ്യത്തെ ദിവസമാണ് ഇന്ന്. ആദ്യത്തെ ദിവസം നമ്മൾ ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആകെ 610 ബ്ലോക്കുകളാണ് ഉള്ളത്. അതിൽ പെരിയാർ ഉൾപ്പെടുന്ന ലാൻഡ്സ്കേപ്പിൽ 280 ബ്ലോക്കുകളാണ്. കേരളത്തിൽ മാത്രം 160 ആന സങ്കേതങ്ങളിലാണ് കണക്കെടുപ്പ് നടക്കുന്നത്. ആനമുടി ആന സങ്കേതത്തിൽ 197 ബ്ലോക്കുകളാണുള്ളത്. നിലമ്പൂർ 118, പെരിയാർ 206, വയനാട് 89 ബ്ലോക്ക് വീതവും ഉണ്ട്. ഓരോ ബ്ലോക്കിലും പരിശീലനം നേടിയ കുറഞ്ഞത് 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. അടുത്ത 2 ദിവസങ്ങളിലും പരിശോധന തുടരും. ഇന്ന് നേരിട്ടുള്ള കണക്കെടുപ്പ് രീതിയായ ബ്ലോക്ക് കൌണ്ട് രീതിയിലും നാളെ പരോക്ഷ കണക്കെടുപ്പ് രീതിയായ ഡങ് കൌണ്ട് രീതിയിലും 25-ന് ഓപ്പൺ ഏരിയ കൌണ്ട് രീതിയിലുമാണ് ആനകളുടെ എണ്ണം പരിശോധിക്കുക. ജൂൺ 23-ന് കരട് റിപ്പോർട്ടും ജൂലൈ 9-ന് അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കും. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാന പരിധിയിലെ വനങ്ങളിലും ഇതേ ദിവസം തന്നെ ആനകളുടെ കണക്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടുക്കി മൂന്നാർ ആര്യനാട് ബൌണ്ടർമുക്കിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. കാഞ്ഞിരമൂട് സ്വദേശി ഫറൂഖിന്റെ ഉടമസ്ഥതയിലുള്ള 2.5 ഏക്കർ കൃഷിയിടത്തിലാണ് ആന ഇറങ്ങിയത്. 2.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഇത് 3-ാം തവണയാണ് കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തൃശൂർ, എറണാകുളം ജില്ലകളിൽ റെഡ് അലർട്ടാണ്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം നാളെ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറും. മഴ ശക്തമാണെങ്കിലും സംസ്ഥാനത്തെ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നില്ല. സംസ്ഥാനത്ത് ഇതുവരെയുണ്ടായ അതിതീവ്ര മഴയിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കോട്ടയത്ത് മീൻ പിടിക്കാൻ പോയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊച്ചിയിൽ പെയ്ത കനത്ത മഴയിൽ നഗരത്തിന്റെ പല ഭാഗത്തും വെള്ളക്കെട്ടാണ്. തിരുവനന്തപുരത്ത് രാത്രി തുടങ്ങിയ മഴയ്ക്ക് ശമനമായിട്ടില്ല. രാത്രി പെയ്ത മഴയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തൃശൂർ അശ്വിനി ആശുപത്രിയിലും വെള്ളം കയറി. സംസ്ഥാനത്ത് കാലവർഷം എത്തും മുമ്പേയുള്ള വേനൽ മഴ കനത്തു പെയ്യുകയാണ്. നിർത്താതെ പെയ്യുന്ന മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് തുടരുന്നു. കോട്ടയത്ത് മീൻ പിടിക്കാൻ പോയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഓണം തുരുത്ത് മങ്ങാട്ടുകുഴി സ്വദേശി വിമോദ് കുമാറാണ് മരിച്ചത്. കോഴിക്കോട് പന്തീരാങ്കാവ് ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. കൊല്ലം കല്ലടയിൽ തെങ്ങ് വീണ് വീട് തകർന്നു. കിഴക്കേ കല്ലട കൊച്ചുപ്ലാമൂട് സ്വദേശി ഷാജിയുടെ വീടാണ് തകർന്നത്. ഓടിട്ട വീടിന്റെ കിടപ്പുമുറിയും അടുക്കളയും പൂർണ്ണമായും തകർന്നു. ഇടുക്കി മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ്7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കടലാക്രമണവും രൂക്ഷമാണ്. തെക്കൻ കേരളത്തിന് മുകളിലായി ചക്രവാത ചുഴിയും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും നിലനിൽക്കുകയാണ്. നദികളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയർന്നു. ഇടുക്കി മലങ്കര അണക്കെട്ട് തുറന്നു. തൃശൂരിൽ വെള്ളക്കെട്ട് ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. മുക്കം കൊടിയത്തൂർ പഞ്ചായത്തിലെ ചുള്ളിക്കാപ്പറമ്പ് ചെറുവാടി റോഡിലാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. റോഡ് ബ്ലോക്കാക്കിയ റോഡ് നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിന് അരികിലുള്ള കുന്നുമ്മൽ പ്രദേശത്ത് 2 വീടുകളിൽ ശക്തമായ മഴയിൽ വെള്ളം കയറി. റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള ഡ്രൈനേജ് നിർമ്മാണത്തിലെ അപാകതയാണ് വെള്ളം കയറാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു.
എന്നാൽ റോഡ് പ്രവൃത്തി നടത്തുന്ന കരാറുകാർ പറയുന്നത് ജലജീവൻ മിഷന്റെ പൈപ്പിടാനായി റോഡ് വെട്ടിപ്പൊളിച്ചതിന്റെ ഭാഗമാണെന്നാണ്. താഴെ വീടുകളുണ്ട്, തെങ്ങിന്റെ മുകളിൽ വന്നും മുട്ടിക്കുക. ഒരാൾക്ക് പരിക്കേണ്ട ഹോസ്പിറ്റലിൽ പോയിക്കണം. കോൺക്രീറ്റ് തീരെ ഇല്ല, അടിയിൽ ഒന്നും ചെയ്തില്ല. അടിയിൽ 10-20 ഫൂട്ട് 7 മീറ്റർ നീള ഇതിന്റെ ഹൈറ്റ്. 7 മീറ്റർ 20 ഫൂട്ട് ഫുള്ള് മണ്ണ് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു കോൺക്രീറ്റും ഉണ്ട്. അതിന്റെ അകത്തൊരു കമ്പി തന്നെ സാധനമില്ല. തീറ്റ കോൺക്രീറ്റ് കെട്ടിച്ചാലോ. തൃശൂർ അശ്വിനി ആശുപത്രിയിൽ കനത്ത മഴയിൽ വെള്ളം കയറി. വർക്കല പാപനാശത്ത് കുന്നിടിഞ്ഞു. മലപ്പുറം ജില്ലയിൽ പൊതുവെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ചിലയിടങ്ങളിൽ കനത്ത മഴ ലഭിച്ചു. പൊന്നാനി, കരിപ്പൂർ മേഖലയായിരുന്നു മഴ ശക്തമായിരുന്നത്. പ്രതികൂല കാലാവസ്ഥ കാരണം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കരിപ്പൂരിൽ നിന്നുള്ള ദോഹ സർവീസ് റദ്ദാക്കി. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അബുദാബി, മസ്കറ്റ് വിമാനങ്ങൾ വൈകിയാണ് യാത്ര തുടങ്ങിയത്. വഴിതിരിച്ചുവിട്ട ദോഹ കരിപ്പൂർ വിമാനം മംഗലാപുരത്തിറക്കി. കനത്ത മഴയിൽ മലപ്പുറം, കൊണ്ടോട്ടി, ചെറുകാവ്, നെച്ചിയിൽ മണ്ണിടിഞ്ഞു. റോഡിലേക്ക് മണ്ണിടിഞ്ഞ് അല്പസമയം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ജില്ലയിൽ മറ്റെവിടെയും അനിഷ്ട അപായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നദികളിലെ ജലനിരപ്പ് സാധാരണ നിലയിലാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഭൂതത്താൻകെട്ട് ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. 15 ഷട്ടറുകളിൽ 5 ഷട്ടറുകളാണ് ഉയർത്തിയിട്ടുള്ളത്. ജലനിരപ്പ് 32 മീറ്ററായി ക്രമീകരിക്കും. 34.85 മീറ്ററിൽ നിന്ന് 32 മീറ്ററായി ജലനിരപ്പ് താഴ്ത്തിയതോടെ കനാലുകൾ വഴിയുള്ള ജലവിതരണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കൊച്ചിയിൽ പെയ്ത കനത്ത മഴയിൽ KSRTC ബസ് സ്റ്റാൻഡ് വെള്ളത്തിൽ മുങ്ങി. ദീർഘദൂര യാത്രയ്ക്കായി എത്തിയവർ ഇതോടെ ദുരിതത്തിലായി. ശുചിമുറികളിൽ നിന്ന് ഒഴുകിയെത്തുന്ന മലിനജലത്തിൽ നിൽക്കേണ്ട അവസ്ഥയാണ് യാത്രക്കാർക്കുണ്ടായത്. വൻ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്ത പുതിയ KSRTC സ്റ്റാൻഡും വ്യാപാര സമുച്ചയവും ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല. എറണാകുളത്ത് രാവിലെ 7 മണിക്ക് തുടങ്ങിയ മഴ ഏകദേശം 2 മണിക്കൂർ തോരാതെ തന്നെ പെയ്തു. കൊച്ചിയിലെ പല ഇടറോഡുകളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ കൊച്ചിയിൽ തകൃതിയായി പലയിടങ്ങളിലും നടന്നു എങ്കിൽ പോലും വെള്ളം ഒരു മഴ തോരാതെ ഒരു 3-4 മണിക്കൂർ പെയ്തു കഴിഞ്ഞാൽ കൊച്ചിയുടെ പല ഭാഗങ്ങളും വെള്ളക്കെട്ടിൽ മുങ്ങുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ എറണാകുളത്തെ KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇത് തന്നെയാണ് കൊച്ചിയിലെ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ. പതിവ് വ്യത്യസ്തമല്ല. എല്ലാ കാലത്തെയും പോലെ ഇത്തവണയും വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ് KSRTC സ്റ്റാൻഡ്. യാത്രക്കാർക്ക് സ്റ്റാൻഡിനുള്ളിൽ നിൽക്കാൻ കഴിയാത്ത അത്ര വലിയൊരു അവസ്ഥയാണ്. വലിയ മലിനജലമാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വലിയ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത്. അകത്തുള്ള ശുചിമുറിയിൽ നിന്നൊക്കെ ഉള്ള മാലിന്യങ്ങളും വേസ്റ്റുകളും എല്ലാം തന്നെ ഈ വെള്ളത്തിലൂടെ വന്ന് നിൽക്കുകയാണ്. നമുക്ക് ഈ കാണാം, ഇതിൻ്റെ ഉള്ളിലെ കടകളിലുള്ള ആളുകളൊക്കെ വലിയ ദുരന്തത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ചേച്ചി, ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഈ വെയിറ്റ് റൂമിലൊക്കെ നിറച്ച് വെള്ളമായിരുന്നു. പിന്നെ നടക്കാനും അതിന് പറ്റാത്ത അവസ്ഥയുടെ പിന്നെ ഇത് കാണുന്ന കാഴ്ച വെള്ളപ്പൊക്കം കയറിയിട്ട് എന്താണ് ഒരു വിധത്തിലും പറ്റണില്ല. അത് തന്നെയാണ് അവസ്ഥ. ഈ യാത്രക്കാർ ദൂരത്തൊക്കെ യാത്ര ചെയ്യുന്നവർ കാത്തു നിൽക്കുന്നത് ഇവിടെയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ഉള്ളിലേക്ക് കയറാൻ കഴിയാത്ത അത്ര മോശം അവസ്ഥയിലാണ്. ഉള്ളിലുള്ള കടക്കാരൊക്കെ വലിയ ആശങ്കയിൽ തന്നെയാണ്. ഈ ഫെബ്രുവരിയിൽ ഈ KSRTC സ്റ്റാൻഡ് പുനർനിർമ്മിക്കാമെന്നുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതിന് മുന്നോടിയായി സ്ഥലം MLAയും ഒപ്പം MP-യും അടക്കം ഇവിടെ എത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യാതൊരു ഫലവുമില്ല. ഇപ്പോഴും ഈ മഴ പെയ്തപ്പോൾ ഈ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ്. എറണാകുളം ബസ് സ്റ്റാൻഡിൽ എത്തുന്ന KSRTC സ്റ്റാൻഡിൽ എത്തുന്നവർക്ക് ഇത് പതിവ് കാഴ്ചയാണ്. ഒരു മഴ പെയ്താൽ നിർത്താതെ ഒരു 3-4 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്തു കഴിഞ്ഞാൽ ഈ KSRTC സ്റ്റാൻഡ് മുങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ്. എന്തായാലും ഇതിന് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ
നാട്ടുകാരുടെ ഒക്കെ പരാതി. പലരും ഈ കുട്ടികളുമായിട്ടൊക്കെ വന്ന് ദീർഘദൂരം യാത്ര ചെയ്യുന്നവരൊക്കെ ഇരിക്കുന്ന ഇരിപ്പിടം ഇവിടെയാണ്. ഇവിടെ ഇരുന്നിട്ടാണ് വാഹനങ്ങളൊക്കെ വരുമ്പോൾ കയറാൻ വേണ്ടി നിൽക്കുന്നത്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നത് കൊണ്ടാണ് ചെറിയൊരു ആശ്വാസം എന്നോണം ഇങ്ങോട്ടേക്ക് മാറി നിൽക്കാൻ കഴിയുന്നത്. പക്ഷേ മഴ തുടർച്ചയായി പെയ്താൽ അതും നടക്കില്ല. ചേട്ടാ, നല്ല വെള്ളക്കെട്ടാണല്ലോ. എങ്ങോട്ടേക്ക് പോകാനാണ് ഇവിടെ? നമ്മൾ മൂവാറ്റുപുഴ. ഈ KSRTC സ്റ്റാൻഡിന്റെ അവസ്ഥ ഉണ്ടല്ലോ, ഒന്ന് ഇരിക്കാൻ പോലും പറ്റാത്തൊരു വളരെ ദയനീയാവസ്ഥയാണ്. കാരണം വെച്ചാല് നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് കാണുമ്പോൾ സ്വർഗമാണ്. നമ്മൾ വയനാടാണ്, മാനന്തവാടി വയനാടാണ്. പക്ഷേ ഇത് കാണുമ്പോൾ ഭയങ്കര ദയനീയാവസ്ഥ. കാരണം ഇത് മെട്രോ സിറ്റിയാണ്. ഈ മെട്രോ സിറ്റിയിൽ ഇങ്ങനെ ഒരു KSRTC സ്റ്റാൻഡ് ഇങ്ങനെയെന്ന് പറയുമ്പോൾ നമുക്ക് വിചാരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണിത്. അത് തന്നെയാണ്, മെട്രോ സിറ്റിയാണ്, കൊച്ചി നഗരമാണ്. പക്ഷേ ഒരു മഴ പെയ്താൽ അവിടെയുള്ള KSRTC സ്റ്റാൻഡിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. എന്തായാലും ഇനിയെങ്കിലും ഇതിനൊരു പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഇവിടെ എത്തുന്ന ഓരോ യാത്രക്കാരും പ്രതീക്ഷിക്കുന്നത്. നവമി ദിനേശ്, ന്യൂസ് 18, കൊച്ചി. ആലപ്പുഴ വള്ളിക്കുന്നത്തെ വട്ടയ്ക്കാട് ദേവീക്ഷേത്രത്തിലെ തകർച്ചയിലായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കളിത്തട്ടുകൾ പുനർനിർമ്മിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കളിത്തട്ടുകൾ പുനർനിർമ്മിച്ച് സംരക്ഷിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതിക്ക് ബോർഡംഗം അഡ്വക്കേറ്റ് A. അജികുമാർ ഉറപ്പു നൽകി. വള്ളികുന്നം വട്ടയ്ക്കാട് ദേവീക്ഷേത്രത്തിലെ 500 വർഷത്തിലധികം പഴക്കമുള്ള കളിത്തട്ടുകളാണ് തകർച്ചയിലായത്. കളിത്തട്ടുകളിലെ കൊത്തുപണികളും നാശത്തിലേക്ക് നീങ്ങുകയാണ്. പല ഭാഗങ്ങളിലും ഇവ ദ്രവിച്ച് ഇളകിപ്പോയി. രാജഭരണകാലത്ത് മാവേലിക്കരയിൽ നിന്ന് കൊല്ലം ജില്ലയിലെ തഴവയിലേക്കുള്ള രാജപാതയായിരുന്നു ക്ഷേത്രത്തിന് മുൻവശത്തുകൂടിയുള്ള ഈ റോഡ്. ഈ റോഡിനരികിലാണ് കളിത്തട്ടുകളുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡംഗം അഡ്വക്കേറ്റ് A. അജികുമാർ കഴിഞ്ഞ ദിവസം ക്ഷേത്രം സന്ദർശിച്ചു. കളിത്തട്ടുകൾ പുനർനിർമ്മിച്ച് സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകി. ഒരുപാട് ഗതകാല പ്രൗഢികൾ പേറുന്നതാണ് ഈ കളത്തട്ട്. ഒട്ടേറെ സർഗാത്മകമായിട്ടുള്ള ചർച്ചകൾക്ക്, സംവാദങ്ങൾക്ക്, ആശയവിനിമയങ്ങൾക്ക് വേദിയായിട്ടുള്ള ഒരു കളത്തട്ടാണ് ഇവിടെയുള്ള 2 കളത്തട്ടുകളും. അത് സംരക്ഷിക്കുക എന്നുള്ളത് ഓണാട്ടുകരയുടെ ഓരോരുത്തരുടെയും അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും പ്രഥമമായിട്ടുള്ള കടമകൾ ഒന്നാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെയും ഇവിടുത്തെ ഭക്തരുടെയും സഹായത്തോടു കൂടി അടിയന്തരമായി ഈ 2 കളത്തട്ടുകളും, ഒരുപാട് ചരിത്രം പേറുന്ന ഈ 2 കളത്തട്ടുകളും സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. പുനർനിർമ്മാണത്തിനാവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ക്ഷേത്രത്തിലെ അഡ്ഹോക് കമ്മിറ്റി ഭാരവാഹികളായ R. ഷാജി, N. ആനന്ദൻ, ബിനുകുമാർ, രാധാകൃഷ്ണൻ എന്നിവർ ബോർഡ് അംഗങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചു. കളിത്തട്ടിന്റെ മേൽക്കൂര കഴിഞ്ഞ വർഷം തകർന്നു വീണിരുന്നു. ന്യൂസ് 18, വള്ളികുന്നം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖ സർവകലാശാലയായ JNU കേരളത്തിൽ കോഴ്സുകൾ ആരംഭിക്കുന്നു. കോഴിക്കോട് മഹാത്മാഗാന്ധി കോളേജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനാണ് JNU കോഴ്സുകൾ ആരംഭിച്ചത്. PG ഡിപ്ലോമ ഇൻ ജേർണലിസം എന്ന JNU കോഴ്സിലേക്കുള്ള പ്രവേശന നടപടികൾ ഉടൻ ആരംഭിക്കും. പ്രമുഖ പത്ര, ദൃശ്യ, ഡിജിറ്റൽ മാധ്യമ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് കോഴ്സ് നടത്തുക. സാങ്കേതിക മികവിനൊപ്പം മാനേജ്മെന്റ് രംഗത്തെ നൈപുണ്യവും ഇപ്പോഴത്തെ തൊഴിൽ സാഹചര്യത്തിൽ അനിവാര്യമെന്ന് നിസാൻ ഡിജിറ്റൽ ഇന്ത്യ മേധാവി രമേശ് മിർസ. സാങ്കേതിക വിദ്യാഭ്യാസം നേടിയ ശേഷം ജോലിയിൽ പ്രവേശിച്ചവർ പലപ്പോഴും തുടർ പഠനത്തിന് മടിക്കുന്നുണ്ട്. ഈ പ്രവണതയ്ക്ക് മാറ്റം വരുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. DC സ്കൂൾ ഓഫ് മാനേജ്മെന്റുമായി നിസാൻ ഡിജിറ്റലിന്റെ ധാരണാപത്രം ഒപ്പിട്ട ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്താദ്യമായാണ് നിസാൻ ഡിജിറ്റൽ ഇത്തരമൊരു അപ്പെക്സ് സ്കില്ലിംഗ് പരിപാടിക്ക് രൂപം കൊടുക്കുന്നത്. I'm here at an institute which just won the Best Management Institute Award in TRIMA. So congratulations to all of you first of all. So with that, I really congratulate this institute and of course our company that we are starting on this new journey. So with that, all the best and thank you so much. നിസാൻ ഡിജിറ്റലിന്റെ ധാരണാപത്രം ഒപ്പിട്ട ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ആദ്യമായാണ് നിസാൻ ഡിജിറ്റൽ ഇത്തരമൊരു അപ്സ്കില്ലിംഗ് പരിപാടിക്ക് രൂപം കൊടുക്കുന്നത്. കൊല്ലം പുനലൂർ അഞ്ചൽ
പാതയിൽ അപകട ഭീഷണി ഉയർത്തുന്ന ഉണങ്ങിയ മരം മുറിച്ചു മാറ്റണമെന്ന ആവശ്യം. കഴിഞ്ഞ 4 വർഷമായി ചില്ലകൾ ഉണങ്ങി ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് മരം മുറിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ട് നിരവധി പരാതികൾ കൊടുത്തിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി. ദിനംപ്രതി ചെറുതും വലുതുമായ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് അഞ്ചൽ പുനലൂർ പാതയിലൂടെ കടന്നുപോകുന്നത്. ഉണങ്ങിയ മരം നിൽക്കുന്നതിന് ചുവട്ടിലാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. കാറ്റും മഴയും ശക്തമാകുന്ന സാഹചര്യത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരം എത്രയും പെട്ടെന്ന് മുറിച്ചു നീക്കണമെന്നാണ് ആവശ്യം. ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ആരംഭിച്ച സമരം 2ാം ദിവസവും തുടരുന്നു. പഠനത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്ന് ആരോപിച്ചാണ് വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചത്. 3ാം തവണയാണ് വിദ്യാർത്ഥികൾ കോളേജിനെതിരെ സമരവുമായി രംഗത്ത് വരുന്നത്. പഠിപ്പിക്കാൻ വേണ്ടത്ര പ്രൊഫസർമാരും ലാബുകളും ഹോസ്റ്റൽ സൗകര്യവും ഇല്ലെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. നടപടി ഉണ്ടാകും വരെ സമരം തുടരുമെന്നാണ് നിലപാട്. നമ്മുടെ കൂടെ പ്രവർത്തിച്ചു വന്ന കൂന്നി മെഡിക്കൽ കോളേജിന് ലാബ് ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം വന്ന സമയത്ത് നമ്മളുടെ ഭയങ്കരമായിട്ട് ഒരു അവഗണിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയം നടത്തിയത്. ഇന്നലെ തന്നെ NMCയുടെ ഒരു നോട്ടീസ് ഇവിടെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ 50 പേരായിട്ട് ഇവിടെ കുറയ്ക്കുമെന്നോ അല്ലെങ്കിൽ ഇവിടെ ഫൈൻ ഈടാക്കുമെന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് വന്നിട്ടുണ്ട്. ഒട്ടും ഫെസിലിറ്റീസ് ഇല്ലാണ്ടാണ് ഈ കോളേജ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലിനിക്സിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഡെർമറ്റോളജി പോസ്റ്റിംഗ് വന്നിട്ട് അവിടെ ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് ആരുമില്ല. ഇവിടെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ, കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ഡോക്ടർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ 2 ആഴ്ച തന്നെ ഞങ്ങൾ വെറുതെ ഇരിക്കേണ്ടിയാണ് വന്നത്. പിന്നെ നോക്കുമ്പോൾ ഇവിടെ ആവശ്യത്തിന് സർജറീസ് നടക്കാറില്ല. സർജറിക്ക് വേണ്ടി ഇവിടെ ആൾക്കാർ വന്നാലും അതെല്ലാം റെഫർ ചെയ്ത് വിടുകയാണ് ചെയ്യാറ്. കാസർഗോഡ് കാടടുക്ക സൊസൈറ്റി തട്ടിപ്പിന് ഇരകളായവരിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരും 1 ലക്ഷം രൂപ പിൻവലിക്കാനെത്തിയപ്പോൾ 5000 രൂപ നൽകി മടക്കി അയച്ചു എന്നാണ് പരാതി. CPM നിയന്ത്രണത്തിലുള്ള അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 4,76,00,000 രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതയായ കാറടുക്ക മുണ്ടോൾ സ്വദേശി ലക്ഷ്മിക്ക് ദുരിതാശ്വാസ ധനസഹായമായി ലഭിച്ച 2.5 ലക്ഷം രൂപയാണ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചത്. ഇതിൽ 1 ലക്ഷം രൂപ പിൻവലിക്കാൻ എത്തിയപ്പോൾ 5000 രൂപ മാത്രം നൽകി പറഞ്ഞയക്കുകയായിരുന്നു. ക്യാൻസർ ബാധിതയായ സഹോദരി നാരായണിക്ക് ചികിത്സാ ആവശ്യത്തിനായാണ് പണം പിൻവലിക്കാൻ ബാങ്കിലെത്തിയത്. ചികിത്സയ്ക്ക് ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് ഇവർ. കേട്ടിക്ക് കഴിഞ്ഞില്ല. എന്നിട്ട് ഞാൻ ചോദിക്കാൻ പോയത് എൻഡോസൾഫാൻ്റെ ഇത് 1 ലക്ഷം വേണമെന്ന്. അപ്പോൾ അപ്പ പറഞ്ഞു ഒന്നുമില്ല, 2 ആഴ്ച കഴിയും, നമ്മൾ ഉണ്ടെന്ന് തന്നൂടാന്നില്ല, ഇല്ല വന്നതില്ല എന്ന് പറഞ്ഞു. വേണം 5000 തരാന്ന് പറഞ്ഞിട്ട് 5000 തന്നു. 5000. ലക്ഷ്മിയെപ്പോലെ പണം പിൻവലിക്കാൻ നിരവധി പേർ ബാങ്കിലെത്തുന്നുണ്ട്. പോലീസ് അന്വേഷണം നടക്കുന്നതിനാൽ അധിക തുക പിൻവലിക്കാൻ കഴിയില്ലെന്നാണ് ജീവനക്കാരുടെ നിലപാട്. പണം നഷ്ടപ്പെടില്ലെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ പണം ലഭ്യമാക്കുമെന്ന ആശ്വാസവാക്കും ലഭിച്ചു. അതേസമയം പണം തിരികെ നൽകാൻ സൊസൈറ്റിക്ക് സാധിക്കുമോ എന്നതിൽ ആശങ്കയുണ്ട്. 4,76,00,000 രൂപയുടെ തട്ടിപ്പ് നടത്തി മുങ്ങിയ സെക്രട്ടറി രതീഷിനെ പിടികൂടാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. 42 പേരുടെ സ്വർണവുമായാണ് സെക്രട്ടറി മുങ്ങിയത്. രതീഷിന്റെ റിയൽ എസ്റ്റേറ്റ് പങ്കാളികളായ 3 പേരെ അറസ്റ്റ് ചെയ്തതൊഴിച്ചാൽ മറ്റ് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിൽ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് 18 കാസർഗോഡ്. അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായി കൊട്ടാരക്കര RTO പരിധിയിലുള്ള സ്കൂൾ വാഹനങ്ങളുടെയും ഡ്രൈവർമാർക്കും ആയമാർക്കും ജീവനക്കാർക്കും പരിശീലനം നൽകി. സബ് RTO ഓഫീസിന്റെ നേതൃത്വത്തിൽ മൈലം MGM സ്കൂളിലായിരുന്നു പരിശീലന പരിപാടിയുടെ ഭാഗമായി സ്കൂൾ വാഹനങ്ങളിൽ നിർബന്ധമായും വേണ്ട സ്പീഡ് ഗവർണർ, വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് സംവിധാനം, ഫയർ എക്സ്റ്റിങ്വിഷർ, എമർജൻസി എക്സിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പാക്കി. കുതിരയോട്ട മത്സരത്തിന്റെ ആവേശത്തിൽ മലപ്പുറം പൂക്കാട്ടിരി നിവാസികൾ വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്. 30ഓളം കുതിരകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ആഴ്ചകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പൂക്കാട്ടിരിയിൽ ക്ലബ്ബുകളുടെയും വിവിധ കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ കുതിരയോട്ട മത്സരം സംഘടിപ്പിച്ചത്. ആദ്യമായി കുതിരയോട്ടം കണ്ട ആവേശത്തിലായിരുന്നു കാണികളിലെ മിക്കവരും. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി എത്തിച്ച കുതിരകൾ മത്സരത്തിൽ പങ്കെടുത്തു. പൂക്കാട്ടിരിയുടെ ചരിത്രം മാറ്റി എഴുതിക്കൊണ്ട് ആദ്യമായി നമ്മുടെ കുതിരയോട്ട മത്സരം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഒരുപാട് ആളുകളുടെയും ഇവിടുത്തെ മുഴുവൻ ക്ലബ്ബുകളുടെയും കൂട്ടായ്മകളുടെയും ഒക്കെ സഹകരണത്തോടെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കുതിരയോട്ടം ഏകദേശം 30ഓളം കുതിരകൾ, മത്സര കുതിരകൾ പങ്കെടുത്ത ഈ കുതിരയോട്ട മത്സരം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ പ്രദേശത്ത് ഫുട്ബോളിനും മറ്റ് കായിക മത്സരങ്ങൾക്കൊക്കെ ഉള്ള താല്പര്യം പോലെ തന്നെ ജനങ്ങളിൽ കുതിര ഓട്ടത്തിനും കുതിരയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ
നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനുമൊക്കെ ഒരു പ്രചോദനമായിക്കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തിയിട്ടുള്ളത്. സർക്കാരിന്റെ പിന്തുണയുണ്ടെങ്കിൽ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന മേഖലയാണിതെന്നും കായിക പ്രാധാന്യമുള്ള ഇനമായി കുതിരയോട്ടത്തെ മാറ്റുന്നതോടെ നിരവധി പേർക്ക് തൊഴിലവസരം ലഭിക്കുമെന്നും റൈഡർമാർ പറയുന്നു. നമ്മളിവിടെ ഇവരുടെ എല്ലാം ഒരു സഹകരണത്തോടുകൂടിയാണ് ഈ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കുറച്ച് നാളുകൊണ്ട് ഒരു സംഘടന രൂപീകരിച്ച് ഈ കുതിരയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഘടന നമ്മൾ രൂപീകരിച്ചിട്ട് 2 വർഷമായി. അപ്പോൾ അതൊന്ന് ലോഞ്ചിങ് ചെയ്ത് ഈ പരിപാടി നമുക്കൊന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടൈം നോക്കി നിൽക്കുമായിരുന്നു. പല സമയങ്ങളിൽ കൊറോണ വിഷയങ്ങൾ വന്നു, പിന്നെ മഴയുടെ പ്രശ്നങ്ങൾ വന്നു, ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് നമുക്ക് അത് സമയത്ത് നടത്താൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവരുമായിട്ടൊന്ന് ഏകോപിച്ചുകൊണ്ട് കുറച്ച് ക്ലബ്ബുകളുമായിട്ട് സഹകരിച്ചുകൊണ്ടും ഈ പരിപാടി നമ്മളിവിടെ സംഘടിപ്പിച്ചാണ്. പക്ഷേ ഇതിനേക്കാൾ നല്ല രീതിയിൽ ഈ പരിപാടി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. പക്ഷേ ഗവൺമെൻറ്റിൻ്റെയോ സർക്കാരിൻ്റെയോ ഒരുവിധ സപ്പോർട്ടും നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇത് നല്ല രീതിയിൽ നമുക്ക് ഈ പരിപാടി അവതരിപ്പിക്കാൻ പറ്റിയേനെ. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ കുതിര ഓട്ടവും കുതിര മത്സരവും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റ് രാജ്യങ്ങളിലെ തന്നെ ഏറ്റവും വലിയൊരു മത്സരമാണിത്, ഏറ്റവും വലിയ പ്രൈസ് മണിയുള്ള മത്സരമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അതിന് വേണമെന്നുള്ളൊരു സപ്പോർട്ടോ ഒരു കുതിരയ്ക്ക് ഇൻഷുറൻസോ ഇങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളും നമുക്കിവിടെ കിട്ടുന്നില്ല. മെഡിസിൻസ് ഇല്ല, നമുക്ക് പിന്നെ ഡോക്ടേഴ്സ് കറക്റ്റ് അവൈലബിൾ അല്ല, ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ അല്ല, പിന്നെ ഫുഡുകൾ കുതിരയ്ക്കുള്ള ഫുഡുകൾ അവൈലബിൾ അല്ല. ഇതൊക്കെ നമുക്കിവിടെ എത്തിക്കാമെങ്കിൽ ഇത് ഇവിടെ വലിയൊരു മേഖലയായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. കായികക്ഷമത, വൈദഗ്ധ്യം, ഏകാഗ്രത എന്നിവ കുതിരയ്ക്കും റൈഡർക്കും ഒരുപോലെ ആവശ്യമാണ് കുതിരയോട്ടത്തിൽ. നിരവധി പേരാണ് കുതിരയോട്ടം കാണാനെത്തിയത്. ന്യൂസ് 18 മലപ്പുറം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6720 രൂപ, പവന് 53,760 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5600 രൂപ, പവന് 44,800 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ, കിലോയ്ക്ക് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.